കുഴൽമന്നത്തൊരു ചായ കുടിക്കാൻ വന്നപ്പോൾ ഒരു അപ്രതീക്ഷിത അതിഥിയെ കിട്ടി. ഏതായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ അതിഥിയെ കിട്ടിയാൽ നമുക്ക് 2-3 ചോദ്യങ്ങൾ ചോദിക്കാതെ അങ്ങനെ വിട്ടുപോകാൻ പറ്റില്ല. രമ്യ ഹരിദാസ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊക്കെ പോകുന്നതിനിടയിൽ മുൻപൊരു ചായ കുടിക്കാൻ വന്ന രമ്യേച്ചി, ചായ കിട്ടിയില്ല? നമസ്കാരം. ചായ പറഞ്ഞിട്ടുണ്ട്, വരും ചായ വരും. താങ്ക് യു ഗീതേച്ചി. സാധാരണ കട്ടനാണോ പതിവ്? കട്ടൻ ചായയാണ് ഇഷ്ടം. കൂടുതൽ ഉഷാറ് വരും അല്ലേ? അതെ അതെ, കട്ടൻ ചായ നമുക്ക് രാവിലെ നമ്മൾ ഇറങ്ങുമ്പോഴൊരു ചായ കുടിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ ദൈനംദിനമായിട്ടുള്ള പരിപാടിക്കിടയിൽ പല പ്രോഗ്രാമുകളാവട്ടെ, അതേപോലെ തന്നെ പോകുന്ന ടൗണുകളാവട്ടെ, അതൊക്കെ നമുക്കൊരു കട്ടൻ ചായ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ജീവിതത്തിന്റെ ഭാഗമാണ് അല്ലേ? ജീവിതത്തിന്റെ ഭാഗമാണ് കട്ടൻ ചായ. 2 ചൂടുകളും ഒരുമിച്ച് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് ഒരു ഭാഗത്ത് പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചൂടാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഈ രാജ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, മതേതരത്വത്തിന് വേണ്ടിയിട്ടുള്ള ചൂടുള്ള വലിയ പോരാട്ടം നടക്കുകയാണ്. ഈ ഭക്ഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തും നിങ്ങൾ കൂടുതൽ? അതായത് ഇത്തിരി ഡീഹൈഡ്രേഷൻ ഒന്നും ഉണ്ടാവാതിരിക്കാൻ അതിന് വേണ്ട ഭക്ഷണങ്ങളൊക്കെയാണോ കഴിക്കാതോ സ്വാഭാവികമായിട്ടൊന്നും ശ്രദ്ധിക്കാൻ പറ്റാതെ തോന്നിയ പോലെയാണോ ഭക്ഷണം? അങ്ങനെയൊന്നുമില്ല. കാരണം ഭക്ഷണം ഇപ്പോൾ പാർട്ടിയുടെ പ്രവർത്തകരും മുന്നണിയും എവിടെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനകത്ത് ഒരുക്കിയിരിക്കുന്നത് നമുക്കറിയില്ല. അപ്പോൾ അത് എവിടെയാണ് ചിലപ്പോൾ പ്രവർത്തകന്റെ വീടാകാം, ചിലപ്പോൾ പ്രവർത്തകരുടെ കടയിലാകാം. അതൊന്നും നമ്മൾ അതിനകത്തൊരു കൃത്യമായിട്ടോ അല്ലെങ്കിൽ ഇന്നത് തന്നെ വേണമെന്നൊന്നും പറയില്ല. ഏതായാലും രമ്യേച്ചിയെ കണ്ടാൽ നമുക്കൊരു പാട്ട് പാടാതെ വിടാൻ പറ്റില്ല. ഒരു പാട്ട് നമുക്കൊരു നാടൻ പാട്ട് പാടാം. താരക പെണ്ണാളേ കതിരാടും മിഴിയാളേ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്കാറിൻ ഗോര പറിച്ചാട്ടെ തക തക താത്തിനന്തകത്തെയ്താരോ തകതിനന്തകത്തെയ്താരോ താത്തിനന്തകത്തകതിനന്തകത്തകതിനന്തകത്തെയ്താരോ തകതിനന്തകത്തെയ്താരോ. കഴിഞ്ഞ തവണ രമ്യ പാട്ട് പാടിയപ്പോൾ എതിർപക്ഷക്കാർ പറഞ്ഞത് പാട്ട് പാടിയതുകൊണ്ട് ജയിക്കാൻ പറ്റില്ല എന്നാ. പക്ഷെ പാട്ടും പാടി ജയിച്ചു. ഇത്തവണയും പാട്ടും പാടി ജയിക്കും. കാരണം ഉറപ്പാണ്. കാരണം നിങ്ങൾ തന്നെ ഇപ്പോൾ മാതൃഭൂമി ചാനൽ തന്നെ എത്രയോ പ്രോഗ്രാമുകളിൽ നമ്മൾ പൊതുപരിപാടികളിൽ കണ്ടുമുട്ടുന്ന നിങ്ങൾക്ക് തന്നെ അറിയാം. നമ്മൾ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ആദ്യം തന്നെ പറയുന്നത് ഒരു പാട്ടായിരിക്കും. പക്ഷെ നമ്മുടെ വിഷയങ്ങളും വിഷയാടിസ്ഥാനത്തിലുള്ള പ്രസംഗങ്ങളോടൊപ്പം അതിനകത്ത് അവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ പാട്ട് പാടാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. അത് ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. പാലക്കാട് നിന്നും ആലത്തൂർ പാർലമെന്റിലെ കുഴൽമന്ദത്ത് നിന്നും റിപ്പോർട്ടർ ഗോകുലിനോടൊപ്പം ക്യാമറാമാൻ മുകേഷിനോടൊപ്പം നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ വഴികളിൽ വീണ്ടും മുട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് ഈ ഇന്റർവ്യൂ ഇന്ന് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണുന്നതിന് വേണ്ടി.